ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഹൃദയത്തിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്, ട്രോപ്പോണിൻ ടെസ്റ്റ്. ഒരുപക്ഷേ നിങ്ങൾ ചിലരൊക്കെ ഈ പേര് കേട്ടിട്ടുണ്ടാവും, അല്ലേ? അപ്പോൾ എന്താണിത്? എന്തിനാണിത് ഉപയോഗിക്കുന്നത്? നമുക്കിതിനെപ്പറ്റി വിശദമായി തന്നെ മനസ്സിലാക്കാം. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. ഒരാൾക്ക് കടുത്ത നെഞ്ചുവേദന. ഉടൻ തന്നെ ആശുപത്രിയിലെ എമർജൻസി റൂമിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ്. ഇത് വെറുമൊരു ഗ്യാസ് ട്രബിൾ ആണോ, അതോ ഗുരുതരമായ ഹൃദയാഘാതമാണോ? ഈ നിർണായകമായ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ഡോക്ടർമാരെ സഹായിക്കുന്ന ഒരു സൂചനയുണ്ട്. അതെന്താണെന്ന് നമുക്കിന്ന് നോക്കാം. അപ്പോൾ ഈ ട്രോപ്പോണിന്റെ കഥ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ 5 കാര്യങ്ങളിലൂടെ കടന്നുപോകാം. ആദ്യം ആ എമർജൻസി സിഗ്നൽ എന്താണെന്ന് നോക്കാം. പിന്നെ എന്തുകൊണ്ടാണ് ഈ പ്രോട്ടീൻ ഹൃദയത്തിന് മാത്രം ഇത്ര സ്പെഷ്യൽ ആവുന്നതെന്ന് കാണാം. അത് കഴിഞ്ഞ് സമയത്തിനനുസരിച്ച് ഇതിന്റെ അളവെങ്ങനെ മാറുന്നു, ആ മാറ്റം എന്ത് പറയുന്നുവെന്നും മനസ്സിലാക്കാം. പിന്നെ ഹൃദയാഘാതം മാത്രമല്ല ഇതിന് കാരണം എന്നൊരു ട്വിസ്റ്റുണ്ട്. അവസാനം ഈ വിവരങ്ങളെല്ലാം വെച്ച് ഡോക്ടർമാർ എങ്ങനെ ഒരു നിഗമനത്തിലെത്തുന്നു എന്നും നമ്മൾ പരിശോധിക്കാം. ശരി, നമുക്ക് തുടങ്ങാം. ആ എമർജൻസി റൂമിലെ നിർണായക സൂചന, അതിന്റെ പേരാണ് ട്രോപ്പോണിൻ. വളരെ ലളിതമായി പറഞ്ഞാൽ ട്രോപ്പോണിൻ ഒരു അലാറം പോലെയാണ്. ഹൃദയത്തിന്റെ പേശികൾക്കെന്തെങ്കിലും തരത്തിലുള്ള ഒരു പരിക്കോ സമ്മർദ്ദമോ ഉണ്ടായാൽ ആ കോശങ്ങൾ ഈ പ്രോട്ടീനെ രക്തത്തിലേക്ക് പുറത്തുവിടും. ഇത് ഹൃദയമയക്കുന്ന ഒരു തരം ഡിസ്ട്രസ് സിഗ്നലാണ്, ഒരു സഹായ അഭ്യർത്ഥന. അപ്പോ ഈ ട്രോപ്പോണിൻ എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? എന്തുകൊണ്ടാണ് ഇത് ഹൃദയത്തിന്റെ കാര്യത്തിൽ ഇത്രയും മുഖ്യത്വം വരുന്നത്? നമുക്കിതിന്റെ പിന്നിലെ ശാസ്ത്രമൊന്ന് നോക്കാം. അടിസ്ഥാനപരമായി നമ്മുടെ പേശികളൊക്കെ ചുരുങ്ങാനും വികസിക്കാനും സഹായിക്കുന്ന ഒരു റെഗുലേറ്ററി സിസ്റ്റമാണ് ട്രോപ്പോണിൻ. ഇത് ഒറ്റ പ്രോട്ടീനല്ല, മറിച്ച് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന 3 പ്രോട്ടീനുകളുടെ ഒരു ടീമാണ്. ഈ ടീം വർക്ക് ചെയ്യുന്നത് ഒരു ലൈറ്റിന്റെ സ്വിച്ച് പോലെയാണെന്ന് പറയാം. പേശി സങ്കോചിക്കണമെങ്കിൽ കാൽഷ്യം വരുമ്പോൾ ഒരു പ്രോട്ടീൻ അത് മനസ്സിലാക്കി സ്വിച്ച് ഓൺ ചെയ്യും. ഇനി വിശ്രമിക്കാനാണ് സമയമെങ്കിൽ മറ്റൊരു പ്രോട്ടീൻ വന്ന് സ്വിച്ച് ഓഫ് ചെയ്യും. മൂന്നാമത്തെയാൾ ഈ 2 പേരെയും ശരിയായ സ്ഥലത്ത് ഒരു ആങ്കർ പോലെ ഉറപ്പിച്ചു നിർത്തുന്നു. ഈ കൃത്യമായ പ്രവർത്തനം കൊണ്ടാണ് നമ്മുടെ ഹൃദയം താളാത്മകമായി മിടിക്കുന്നത്. ഇനിയാണിതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ മറ്റു പേശികളിലുമൊക്കെ ട്രോപ്പോണിൻ ഉണ്ട്. പക്ഷെ ഹൃദയത്തിലുള്ള ട്രോപ്പോണിൻ ഐയും ടിയും അതിനൊരു പ്രത്യേക ഘടനയുണ്ട്. അത് ഹൃദയത്തിൽ മാത്രമേ കാണൂ. അതുകൊണ്ടുതന്നെ രക്തപരിശോധനയിൽ ഇവയുടെ അളവ് കൂടുതലായി കണ്ടാൽ ആ സിഗ്നൽ വരുന്നത് ഹൃദയത്തിൽ നിന്ന് തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. ശരി, അപ്പോൾ രക്തത്തിൽ ട്രോപ്പോണിൻ ഉണ്ട് എന്ന് കണ്ടെത്തിയാൽ മാത്രം മതിയോ? പോരാ. ഡോക്ടർമാർ യഥാർത്ഥത്തിൽ നോക്കുന്നത് അതിന്റെ അളവിൽ സമയത്തിനനുസരിച്ച് വരുന്ന മാറ്റമാണ്. ഈ ഉയർച്ചയും താഴ്ചയും ഒരു കഥ പറയുന്നുണ്ട്. ഒരു ഹൃദയാഘാതം സംഭവിച്ചാൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ട്രോപ്പോണിന്റെ അളവ് രക്തത്തിൽ കൂടാൻ തുടങ്ങും. ഏകദേശം 1-2 ദിവസത്തിനുള്ളിൽ അത് ഏറ്റവും ഉയർന്ന നിലയിലെത്തും. പിന്നീട് ദിവസങ്ങളെടുത്ത് അത് പതുക്കെ സാധാരണ നിലയിലേക്ക് താഴ്ന്നുവരും. ഈ വ്യക്തമായ ഉയർച്ചയും താഴ്ചയും എന്ന പാറ്റേൺ അടുത്തിടെ ഹൃദയപേശികൾക്ക് ഒരു പരിക്ക് പറ്റി എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. അതുകൊണ്ടാണ് എമർജൻസി റൂമിൽ വെച്ച് മണിക്കൂറുകളുടെ ഇടവേളയിൽ 1-ൽ കൂടുതൽ തവണ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ ആദ്യം വരുമ്പോൾ ട്രോപ്പോണിന്റെ അളവ് സാധാരണയായിരിക്കും. പക്ഷേ 3 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും നോക്കുമ്പോൾ അത് കൂടിയിട്ടുണ്ടെങ്കിൽ ആ പാറ്റേൺ ഡോക്ടർക്ക് കൃത്യമായ ഒരു ചിത്രം നൽകും. ഇതുവരെ കേട്ടപ്പോൾ നിങ്ങൾക്ക് തോന്നും ട്രോപ്പോണിന്റെ അളവ് കൂടുതലാണെങ്കിൽ അത് ഹൃദയാഘാതമാണ് എന്ന്, അല്ലേ? പക്ഷേ കഥ അവിടെ തീരുന്നില്ല. അവിടെയാണ് ഒരു പ്രധാനപ്പെട്ട ട്വിസ്റ്റ് വരുന്നത്. അപ്പോ എന്റെ ചോദ്യം ഇതാണ്: ഒരാളുടെ ബ്ലഡ് ടെസ്റ്റിൽ ട്രോപ്പോണിന്റെ അളവ് കൂടുതലാണെങ്കിൽ അതിനർത്ഥം അയാൾക്ക് ഉറപ്പായും ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി എന്നാണോ? ഉത്തരം അല്ല എന്നാണ്. ഇതാണ് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാര്യം. ഉയർന്ന ട്രോപ്പോണിൻ ഒരൊറ്റ കാര്യമേ ഉറപ്പിച്ചു പറയുന്നുള്ളൂ: ഹൃദയത്തിന്റെ പേശികൾക്ക് എന്തോ ഒരു പരിക്ക് പറ്റിയിട്ടുണ്ട്. ആ പരിക്ക് ഹൃദയാഘാതം കൊണ്ടാവാം, പക്ഷെ മറ്റ് പല കാരണങ്ങൾ കൊണ്ടും ആവാം. ഉദാഹരണത്തിന്, ഹൃദയത്തിലുണ്ടാകുന്ന ഇൻഫെക്ഷൻ അല്ലെങ്കിൽ വീക്കം, ശരീരത്തിൽ മൊത്തത്തിൽ ബാധിക്കുന്ന കടുത്ത അണുബാധ, ഹാർട്ട് ഫെയിലിയർ, ശ്വാസകോശത്തിലെ രക്തക്കുഴലുകൾ അടഞ്ഞുപോകുന്നത്, എന്തിന് കിഡ്നിയുടെ പ്രവർത്തനം മോശമായാൽ പോലും. ഇതെല്ലാം ഹൃദയത്തിന് കൂടുതൽ സമ്മർദ്ദം നൽകുകയും ട്രോപ്പോണിൻ പുറത്തുവിടാൻ കാരണമാവുകയും ചെയ്യും. ശരി, അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു, ഹൃദയാഘാതം മുതൽ കിഡ്നി പ്രശ്നങ്ങൾ വരെ. നമുക്കിതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് വെച്ചു നോക്കാം. ട്രോപ്പോണിൻ ടെസ്റ്റ് യഥാർത്ഥത്തിൽ എന്താണ് നമ്മളോട് പറയുന്നത്? ഇതിന്റെ രത്നച്ചുരുക്കം ഇതാണ്:
ഉയർന്ന ട്രോപ്പോണിൻ എന്നാൽ ഹൃദയപേശികൾക്ക് പരിക്കുണ്ട് എന്നാണ് അർത്ഥം. പക്ഷെ എന്ത് പറ്റി അല്ലെങ്കിൽ എന്തുകൊണ്ട് പറ്റി എന്ന് ഈ ടെസ്റ്റ് മാത്രം നോക്കി പറയാൻ കഴിയില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സൂചനയാണ്, പക്ഷേ അതൊരു പൂർണ്ണമായ രോഗനിർണയമല്ല. ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ പസിലിലെ ഒരു പ്രധാന കഷ്ണം പോലെയാണ്. രോഗിയുടെ ലക്ഷണങ്ങൾ, ECG റിപ്പോർട്ട്, മറ്റു ടെസ്റ്റുകൾ, പിന്നെ ട്രോപ്പോണിന്റെ അളവിലെ മാറ്റം, ഇതെല്ലാം കൂടി ചേർത്ത് വെച്ചാണ് അവർ ആ പസിൽ പൂർത്തിയാക്കുന്നത്. അപ്പോ അടുത്ത തവണ ട്രോപ്പോണിൻ ടെസ്റ്റിനെപ്പറ്റി കേൾക്കുമ്പോൾ ഓർക്കുക, അത് വെറും ഹാർട്ട് അറ്റാക്ക് ടെസ്റ്റ് മാത്രമല്ല, മറിച്ച് അത് ശ്രദ്ധിക്കൂ, നിങ്ങളുടെ ഹൃദയത്തിന് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്, അതിന് കൂടുതൽ ശ്രദ്ധ വേണം എന്ന് പറയുന്ന ഒരു അപായ സൂചനയാണ്. ഈ ഒരു വിവരം ആ വലിയ ചിത്രത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. നന്ദി.